വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട ഫർസാനയുടെ സംസ്കാരം ചിറയൻകീഴ് ജുമാ മസ്ജിദിൽ നടന്നു. മറ്റ് 4 പേരുടെയും പൊതുദർശനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വിജിൻ വായാന്തോട് ചേരുകയാണ് തത്സമയ വിവരങ്ങളുമായി. വിജിൻ, 13 വയസ്സുള്ള അനിയൻ ഉൾപ്പെടെയാണ് ആ വീട്ടിൽ കൊലപാതകത്തിന് ഇരയായത്, അഫാന്റെ പ്രതികാരത്തിന് ഇരയായത്. ഇപ്പോൾ പൊതുദർശനത്തിന് ഒരുപാട് ആളുകൾ അവരെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുന്നത് കാണാം. എങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? അഫാൻ കൊലപ്പെടുത്തിയ അനിയൻ അഫ്സാന്റെ മൃതദേഹമാണ് ഇപ്പോൾ പൊതുദർശനത്തിനായി പേരുമലയിൽ എത്തിച്ചിരിക്കുന്നത്. ആ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച് അവിടെയുള്ള ആളുകളുടെ കൂട്ടമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ദാരുണ കൊലപാതകത്തിൻ്റെ നടുക്കത്തിൽ തന്നെയായിരുന്നു പേരുമലയിലെയും സമീപ പ്രദേശങ്ങളിലെയും വെഞ്ഞാറമൂടിലെയും ഒക്കെ ജനങ്ങളാകെ ഉണ്ടായിരുന്നത്. അവരാകെ അവസാനമായി ഈ മൃതദേഹം കാണാനായി ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അഫ്സാനൊപ്പം പഠിച്ച കുട്ടികളും അതുപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ആയി ഒരു വലിയ ആളുകളുടെ കൂട്ടം തന്നെ ഇവിടെ അഫ്സാൻ്റെ മൃതദേഹം അവസാനമായി കാണാനായി എത്തിയിട്ടുണ്ട്. അഫ്സാനായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളോട് ഒക്കെ ഇടപഴകുന്ന ആളുകൾ എന്ന നേരത്തെ തന്നെ ബന്ധുക്കളും തൊട്ടടുത്ത അയൽവാസികളും ഇപ്പോൾ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും ഒക്കെ പറഞ്ഞിരുന്നു. എല്ലാ കാര്യത്തെയും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ സമീപിക്കുന്ന ആളായിരുന്നു അഫ്സാൻ. എന്തായാലും ആ അഫ്സാനെ കൊലപ്പെടുത്തി എന്ന് കേട്ടപ്പോൾ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ രക്ഷിതാക്കളും ഒക്കെ നടുങ്ങിയതാണ്. നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥി കൂടിയായിരുന്നു അഫ്സാൻ എന്ന അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്തു. എന്തായാലും നടക്കുന്ന 5 കൊലപാതകങ്ങളിൽ അത് ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിച്ച ചേട്ടൻ തന്നെ അഫ്സാനെ കൊലപ്പെടുത്തുകയായിരുന്നു. ആ അഫ്സാൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ പൊതുദർശനത്തിനായി പേരുമലയിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകും. 6 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനായി ഇപ്പോൾ അല്പം വൈകിയിരിക്കുന്നു. ഏകദേശം 4 മണിയോടുകൂടി തന്നെ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിനായി എത്തിക്കാൻ കഴിയും എന്നായിരുന്നു പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അതിനുശേഷം കണ്ണൂരിലെ പള്ളിയിൽ എത്തിച്ച് അതിൻ്റെ ശുശ്രൂഷകൾ ഒക്കെ നൽകിയ ശേഷം ആണ് ഇപ്പോൾ മൃതദേഹം ഇങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. ജനപ്രതിനിധികൾ, MLA മാർ, MP മാർ, ഒപ്പം തന്നെ ഈ നാട്ടിലെ ജനപ്രതിനിധികൾ, സാധാരണക്കാർ എല്ലാം തന്നെ ഇങ്ങോട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതിൻ്റെ തിരക്കാണ് നമ്മളിപ്പോൾ കാണുകയും ചെയ്തത്. എന്തായാലും ഈ 5 പേരുടെയും മൃതദേഹങ്ങൾ, അതായത് അഫ്സാനയുടെ മൃതദേഹം അല്പസമയം മുമ്പ് ചിറയൻകീഴിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കി. മറ്റ് 4 പേരുടെയും സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ 6 മണിയോടുകൂടി തന്നെ നടക്കും. അതിദാരുണമായ കൊലപാതകത്തിൻ്റെ കാരണമെന്തെന്ന് ഇതുവരെയും നാട്ടുകാർക്കോ പോലീസിനോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുകയാണ്. കേരളവും ഒന്നാകെ ആ ദുരൂഹത എന്താണ് എന്നറിയാൻ ഉള്ള കാത്തിരിപ്പിൽ തന്നെയാണ്. പോലീസ് അതിനുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇപ്പോൾ ഈ പൊതുദർശനത്തിന് നിരവധി സ്ത്രീകളും കുട്ടികളും ഒപ്പം തന്നെ പ്രായമായവരും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്നത് എന്തിനായിരുന്നു ഈ വളരെ മാന്യമായി സമൂഹത്തിൽ ജീവിക്കുകയും മറ്റ് പ്രശ്നങ്ങളൊന്നും അവർ അറിയുക പോലും ചെയ്തിട്ടില്ലാത്ത ഇത്തരം പിഞ്ചു കുട്ടിയെയും അതുപോലെ തന്നെ 95ഓളം വയസ്സുള്ള വൃദ്ധയായ അമ്മൂമ്മയെയും ഒപ്പം തന്നെ അമ്മയെ മാരകമായി പരിക്കേൽപ്പിക്കുന്ന നിലയിലേക്കും ഒന്നും അറിയാത്ത 2 ബന്ധുക്കളെ, അച്ഛൻ്റെ സഹോദരനെയും ഒപ്പം തന്നെ സഹോദരൻ്റെ ഭാര്യയും ഒക്കെ അതിക്രൂരമായാണ് അഫാൻ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് ഒരു ചുറ്റികയുമായി നടന്ന് 36ഓളം കിലോമീറ്റർ കറങ്ങിയാണ് ഈ 3 വീടുകളിലായി കൊലപാതകം അഫാൻ ചെയ്തത്. അത് അറിഞ്ഞത് മുതൽ ഇയാൾ പോലീസ് സ്റ്റേഷനിലെത്തി താൻ ഇങ്ങനെയൊരു കൊല നടത്തിയിട്ടുണ്ട് എന്ന് പറയുകയായിരുന്നു. അതിനുശേഷം പോലീസ് ആദ്യഘട്ടത്തിൽ അത് വിശ്വസിച്ചിരുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള മാനസികാസ്വാസ്ഥ്യം ഉള്ള ആളാണ് അഫാൻ എന്നായിരുന്നു പോലീസ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത്. പിന്നീടാണ് അത് ഈ അഫാൻ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴാണ് പോലീസിന് ഇത് സത്യമായിരിക്കാം എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. ഉടനെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. അത് പ്രതിയിൽ നിന്ന് മാത്രമാണ് അത്തരം വിവരങ്ങൾ പോലീസിന് ലഭിക്കാനും സാധ്യതയുള്ളൂ. പക്ഷേ നിലവിൽ കൃത്യമായ ഉത്തരങ്ങളൊന്നും പോലീസിന് പ്രതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അഫാൻ ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ പേരുമലയിലെ അഫാന്റെ വീട്ടിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ കൊല്ലപ്പെട്ട 13 വയസ്സ് മാത്രമുള്ള അഫാന്റെ പ്രിയപ്പെട്ട അനുജനാണ്. ആ കുഞ്ഞിൻ്റെ പൊതുദർശനമാണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്. സംസ്കാരം അല്പസമയത്തിനകം തന്നെ ഉണ്ടാകും. 1 മണിക്കൂറോളം സമയമാണ് പൊതുദർശനത്തിനായി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഒരുപാട് ആളുകൾ ആ കുഞ്ഞിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തുകയാണ്. അഫ്സാന് വിയോഗം ഏറെ വേദനയുണ്ടാക്കുന്നുണ്ട്. അതിന് അഫ്സാന് ചുറ്റുമുള്ള ആളുകൾക്ക്. ഈ കൊല്ലപ്പെടുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് പോലും അഫ്സാൻ അടുത്ത വീട്ടിൽ പോയിരുന്നു. അവിടെയുള്ള
ആളുകളുമായി സംസാരിച്ചിരുന്നു. അങ്ങനെ എല്ലാവരോടും സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഒക്കെ പെരുമാറുന്ന, എല്ലാവരുമായി സൗഹൃദമൊക്കെ സൂക്ഷിക്കുന്ന ഒരു കുട്ടി കൂടിയായിരുന്നു അഫ്സാൻ. 13 വയസ്സ് മാത്രമാണ് ആ കുഞ്ഞിൻ്റെ പ്രായം. അഫാൻ ആകട്ടെ ഈ അഫ്സാനെ വളരെ സ്നേഹത്തോടെയാണ് കണ്ടിരുന്നത്. അങ്ങനെയാണ് എല്ലായ്പ്പോഴും അഫ്സാനോട് പെരുമാറിയിരുന്നത് എന്നൊക്കെ നാട്ടുകാർ പറയുകയും ചെയ്യുന്നുണ്ട്. കൊലപാതകത്തിന് മുൻപ് പോലും അഫ്സാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുത്തു അഫാൻ. അങ്ങനെ കരുതി കൂട്ടിയൊരു കൊലപാതകത്തിലേക്ക് അഫാൻ കടന്നതിൻ്റെ കാരണം എന്താണ്? അഫ്സാനിലേക്ക് കൊലക്കത്തിയുമായി എത്തുന്നതിന് മുൻപ് തന്നെ മാതാവിനെ, അമ്മയെ കൊലപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. മരിച്ചുവെന്ന് കരുതി അവിടെ റൂമിൽ ഉപേക്ഷിച്ച് പോയതാണ്. അതിന് പിന്നാലെയാണ് അഫ്സാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് വീട്ടിൽ മാതാവിനെ കാണുന്നില്ല. അടുത്ത വീട്ടുകാരുമായൊക്കെ സംസാരിക്കുന്നുണ്ട് മാതാവിനെ കുറിച്ച്. അങ്ങനെയാണ് അഫാൻ അവിടേക്ക് എത്തുന്നത്. അഫ്സാൻ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, അതൊക്കെ കഴിക്കാൻ നിർബന്ധിക്കുന്നു. അതിനൊക്കെ ശേഷമാണ് ഇത്തരത്തിലൊരു അരുംകൊല നടത്തിയത് എന്നുള്ളതാണ്. വിജിൻ, ഇതിൽ ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ചുറ്റുവട്ടത്തുമൊക്കെയുള്ള ആളുകൾ ഏറ്റവും നൊമ്പരത്തോടെ പറഞ്ഞിരുന്നത് അഫ്സാൻ എന്ന 13 വയസ്സുകാരൻ്റെ കാര്യം കൂടിയാണ്. ആ കുട്ടി എല്ലാവരുമായും വളരെ സൗഹാർദ്ദത്തിലൊക്കെ പെരുമാറിയിരുന്ന കുഞ്ഞാണ്. മാത്രമല്ല ഈ അഫാനാകട്ടെ വളരെ സ്നേഹത്തോടെ സഹോദരനെ, അനിയനെ, 13 വയസ്സ് മാത്രമുള്ള അനിയനെ കൊണ്ടു നടന്നിരുന്നത് അവർക്കൊക്കെ അറിയാവുന്നതുമാണ്. എന്നിട്ടും എന്തിന് ഇങ്ങനെയൊരു ക്രൂരത ഈ കുഞ്ഞിനോട് പോലും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരുപാട് പേർ അഫ്സാനെ ഒരു അവസാനമായി ഒരു നോക്ക് കാണാനായി അവിടെ എത്തുന്നുണ്ടല്ലേ? തീർച്ചയായും നിരവധി പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രായമായവർ, സ്ത്രീകൾ, കുട്ടികൾ, സഹപാഠികൾ, അധ്യാപകർ, സമൂഹത്തിൻ്റെ മറ്റ് വിഭാഗങ്ങളിലുള്ള ആളുകൾ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇവിടെ അവസാനമായി കാണാനായി എത്തിയിട്ടുണ്ട്. എന്തായാലും ഏറെ നെടുക്കത്തിലും ദുഃഖത്തിലുമാണ് ഇവരെല്ലാം ഉള്ളത്. എന്തിനാണ് ഇങ്ങനെയൊരു നിഷ്ഠൂരമായ കൊലപാതകം അഫാൻ നടത്തിയത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ഒരു ദുരൂഹതമായി തന്നെ തുടരുന്നൊരു സാഹചര്യം തന്നെയാണ്. അത് നീക്കണമെങ്കിൽ അഫാനെ കൂടുതൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ എത്തിച്ചുള്ള ചോദ്യം ചെയ്യലിലേക്ക് ഒക്കെ പോലീസിന് കടക്കണം. എന്തായാലും നിലവിൽ ഉള്ള പ്രാഥമിക വിലയിരുത്തൽ സാമ്പത്തിക പ്രശ്നങ്ങളും ഒപ്പം തന്നെ പെട്ടെന്നുണ്ടായ പ്രകോപനവുമൊക്കെയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഈ ബന്ധുക്കളെയും അമ്മയെയും അതുപോലെ തന്നെ അമ്മൂമ്മയെയും അനിയനെയും താൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെയും ഒക്കെ ഇത്ര നിഷ്ഠൂരമായി കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ് എന്നത് അറിയാതെ കേരളം മുഴുവൻ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ്. അത് ഉടൻ തന്നെ പോലീസ് നീക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം.